ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സീന സോമ റെസിപ്പീസ്. ഇത് നമ്മൾ സലാല വ്ളോഗിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായി. അതിൻ്റെ വീഡിയോ കാണാത്തവർ കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം രാവിലെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് തന്നെ നമ്മൾ ഒരു സ്പീഡ് ബോട്ടിങ്ങിന് പോവാണ്. അവിടെ പക്ഷേ സർപ്രൈസിങ് ആയിട്ട് വേറൊരു സംഭവം കൂടെ ഉണ്ട്. അതെന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഇപ്പോൾ നമ്മളുള്ളത് സലാലയിലെ ജവൈറ ബുട്ടീക്ക് ഹോട്ടലിലാണ്. അവിടെ ഐലൻഡ് വേവ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടീമിൻ്റെ കൂടാണ് നമ്മളിപ്പം പോകുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി നമ്മളിവിടെ വന്ന് ബുക്ക് ചെയ്തിട്ടാണ് റൂമിൽ പോയത്. അപ്പം നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യണം. അവർ അവൈലബിലിറ്റി അനുസരിച്ച് സ്ലോട്ടിനനുസരിച്ച് അവർ ഒരു ഡേറ്റ് തരിക ചെയ്യുക. പക്ഷേ നമ്മൾ മസ്കറ്റിൽ നിന്ന് വന്നതായതുകൊണ്ട് തന്നെ പിറ്റേ ദിവസത്തേക്ക് കിട്ടിയതാണ്. അതേപോലെ നമ്മൾ അറിയുന്ന ഒരാളും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർ നേരത്തെ തന്നെ കൂട്ടി ഡേറ്റൊക്കെ റെഡിയാക്കി വെക്കുക. അപ്പോൾ നമ്മൾ ഇതേ ബോട്ടിൽ കയറി ഭയങ്കര എക്സൈറ്റഡ് ആണ്. എല്ലാവരുടെയും ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. സ്പീഡ് ബോട്ടിങ് നമ്മൾ എല്ലാവരും ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരേപോലെ എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷേ അവർ ലൈഫ് ജാക്കറ്റ് ഒന്നും തന്നില്ല. അതുകൊണ്ട് കുറച്ച് പേടിയുണ്ടായി. പിന്നെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാം. ഒരു സംഭവം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പം അത് മിസ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ നല്ല വെയിലുണ്ട്. പക്ഷേ രാവിലെ തന്നെ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇപ്പോൾ നമ്മളൊരു 3/4 മണിക്കൂറൊക്കെ ഡ്രൈവ് ചെയ്ത് കടന്ന് കുറേ ഉള്ളിലെത്തി. അപ്പോഴത്തേക്കും ജമാന് ഛർദ്ദിച്ചു. ഫുള്ള് വേവ്സും അതേപോലെ ബോട്ട് ഇങ്ങനെ ഇളകല്ലേ. അപ്പോൾ നമുക്കും ഒരുമാതിരി ആവുന്നുണ്ടായിരുന്നു തല. പിന്നെ വെയിലും ഉണ്ട്. അപ്പോൾ അവന് ഭയങ്കര ടയേർഡായി. കഴിഞ്ഞപ്പോഴത്തേക്കും സമാനം ഓക്കെ ആയി. പിന്നെ ഡോൾഫിനെ പോലെ ഭയങ്കര ഡോൾഫിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ നമുക്ക് കിട്ടിയുള്ളൂ. എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ നമ്മുടെ ഫോണിലും കൂടെ ഇങ്ങനെ നോക്കുന്നതുകൊണ്ട് തലക്ക് ഭയങ്കര അങ്ങനെ ഛർദ്ദിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഓക്കെ ആയി. അപ്പോൾ നമ്മളിതേ തിരിച്ചെത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഛർദ്ദിക്കാൻ നമ്മൾ കുറച്ച് കുഴപ്പമൊന്നുണ്ടാവില്ല. നമ്മൾ സാധാരണ എവിടെയെങ്കിലും പോവാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ലൊരു കുറച്ച് അഡ്വെഞ്ചറായിട്ടുള്ളൊരു ട്രിപ്പാണ്. ഇപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും 10:30 ആയി. ഇപ്പം 8:15 നമ്മൾ കയറിയത്. 8 മണിക്കായിരുന്നു റെഡിക്ക് എത്തേണ്ടത്. പക്ഷെ നമ്മൾ കുറച്ച് ലേറ്റായി. 8:15 എത്തിയത്. അപ്പം 10:30 ആയപ്പോഴത്തേക്കും നമ്മൾ റിട്ടേൺ വന്നു. ഇനി നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ജസ്റ്റ് ഒന്ന് റൂമിൽ പോയി ഒന്ന് സെറ്റായതിന് ശേഷം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്.
പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഒരു ഈവനിങ് ആയപ്പോഴാണ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് മുക്സൈൽ ബീച്ചിലാണ്. സലാലയിൽ ഫേമസ് ആയിട്ടുള്ള വേറൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. കടലിലേക്കുള്ള നല്ല അടിപൊളി വ്യൂ എന്നാണ് ഇവിടുത്തെ മെയിൻ പ്രത്യേകത. പിന്നെ വേറൊരു സംഭവം കൂടെ ഇവിടെ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോകാം. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ വേവ്സിനനുസരിച്ച് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം വരും. ഇതേപോലെ 2-3 എണ്ണം ഇങ്ങനെ ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. ഇതിലാണ് മെയിനായിട്ടും നല്ലോണം വെള്ളം വരുന്നത്. അപ്പം നല്ല സ്ട്രോങ് ആയിട്ടാണ് തിരമാല വരുന്നതെങ്കിൽ അത്രയും ഹൈറ്റിൽ വെള്ളം പൊങ്ങും. ചെറിയ തിരമാലാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ആ ഒരു ഹൈറ്റ് കുറവായിരിക്കും. അതേപോലെ സലാല സിറ്റിയിൽ നിന്ന് ഒരു 5 മിനിറ്റ് ഡ്രൈവ് ചെയ്താൽ നമുക്ക് എത്താൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ് ഇത്തിൻ. ഇവിടുന്ന് നമുക്ക് നോക്കിയാൽ സലാലിൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ കിട്ടും. സാധാരണ ഒരു 6 മണിക്ക് ശേഷമാണ് ഇവിടെ ആൾക്കാർ വരിക. അവിടെ ചെറിയ ചെറിയ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആയിട്ട് വലിയ സെറ്റപ്പിലൊന്നല്ല, ചെറിയ രീതിയിലൊരു സീറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ഇത് പരിപാടി എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ചെറിയ ചെറിയ സ്റ്റാളുകളാണ്. ടോയ്സ്, സ്വീറ്റ്സ്, കോഫി, ഡ്രിങ്ക്സ്, അതുപോലുള്ള ചെറിയ ചെറിയ സാധനങ്ങളുള്ള ചെറിയ ചെറിയ സ്റ്റാളുകളാണ്. എങ്ങനെ തുള്ളി ഇവിടെ അപ്പോൾ ഒമാനീസിൻ്റെ സ്റ്റാളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ? അല്ലല്ല, ഒമാനീസിനല്ല. സ്റ്റോളുകളെല്ലാം ഒമാനീസിൻ്റെതാണ് കൂടിയിട്ട്. അവിടെയൊക്കെ വർക്കേഴ്സ് മൊത്തം ബംഗാളീസ്, പാകിസ്ഥാനീസ്, ഇന്ത്യക്കാർ തുടങ്ങിയുള്ളവരായിരിക്കും കച്ചവടക്കാർ. ഇതിപ്പോൾ ഒരു സീസൺ ആയിട്ടാണോ അല്ലെങ്കിൽ എല്ലാ ടൈമിലും? ഇത് എല്ലാ ടൈമിലും ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. എല്ലാ ടൈമിലും നോർമലി എല്ലാ ടൈമിലും ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത് ഓരോ ഒക്കേഷൻ ടൈമുകളിലാണ്, സെലിബ്രേഷൻ ടൈമുകൾ, അതായത് സീസണബിളായിട്ടാണ് ഇതൊന്ന് കളറാകുന്നത്. വീക്കെൻഡ്സ് ഡേയ്സിൽ, അത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് വരുന്ന കരിയർ സീസണിൽ ആ ടൈമിലൊക്കെയാണ് ഇത് വളരെ ഗംഭീരമായിട്ട്, അതായത് ഈ സ്വദേശികളും വിദേശികളായിട്ടുള്ള ഒരുപാട് ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നത് കൊണ്ട് അവർക്കൊരു എൻജോയ്മെൻറ്റ് ഒരു ഏരിയ കൂടിയാണിത്. അവർക്ക് അവരുടെ ഒരു ക്ലൈമറ്റ് എൻജോയ് ചെയ്ത് വന്നിരുന്ന് ഇവിടുത്തെ കലാപരിപാടികൾ ആസ്വദിച്ച് ഇവിടുത്തെ ഫുഡുകൾ ടേസ്റ്റ് ചെയ്ത് അതുപോലെ തന്നെ ഇവിടുത്തെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് അവർക്ക് എൻജോയ്മെൻറ്റ്, നല്ലൊരു ഒരു ഫാമിലി ആയിട്ട് എൻജോയ്മെൻറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലം ആയതുകൊണ്ട് തന്നെയാണ് ഇത് കൂടുതൽ ആളിത് പ്രിഫർ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും വളരെ ഓരോ സീസണബിളായിട്ടുണ്ട്. ഇതിപ്പോൾ ഈദായതുകൊണ്ടാണ് ഈ സ്റ്റാർ, ഹാഫ് മൂണ്, ലൈറ്റിംഗ് ഒക്കെ വെച്ച് ഇങ്ങനെ അലങ്കരിച്ചത്. മറ്റു ഫംഗ്ഷനുകളാണെങ്കിൽ മറ്റു പലതരം കളറുകളും ഡിസൈനുകൾ വെച്ചുകൊണ്ട് അലങ്കരിക്കും. അതുപോലെ തന്നെ ഇവിടെയുള്ള ഖജൂറിൻ്റെ ട്രീകൾ മൊത്തം ഖജൂർ, ഈ കോക്കനട്ട് ട്രീസ് മൊത്തം അവർ ഈ ലൈറ്റിംഗ് കൊണ്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അലങ്കരിച്ചിട്ടുണ്ട്. ഒക്കെ അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഇവിടെ നടത്തണമെന്നുണ്ടെങ്കിൽ മുൻകൂടി പെർമിഷൻ എടുത്തു കഴിഞ്ഞെങ്കിൽ നമുക്ക് സ്വന്തം അറേഞ്ച് ചെയ്തുകൊണ്ട് ഇവിടെ ഫംഗ്ഷനുകൾ നടത്താൻ പറ്റുന്നതാണ്. ചെറിയ പാർട്ടികൾ, സെലിബ്രേഷൻസ് ഒക്കെ നടത്താൻ പറ്റുന്നതാണ്. ഓക്കെ, അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. താങ്ക് യു. അതെ, ഇവിടെ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം. കുറേ പേര് ചാർക്കോൾ കൊണ്ടുവന്ന് ഗ്രില്ല് ചെയ്യുന്നുണ്ട്. ചിക്കൻ, മട്ടൻ, ബീഫ് ഗ്രില്ല് ചെയ്യുന്നുണ്ട്. സൈക്ലിംഗ് ഉണ്ട്. ഇവിടെ സൈക്കിൾ റെൻറ്റിന് കിട്ടും. ഇപ്പം നമ്മളുള്ളത് സലാല ഇത്തിൻ എന്ന സ്ഥലത്താണ്. അതായത് സലാല മൊത്തം വ്യൂ ചെയ്യാൻ പറ്റുന്ന ഇത്തിൻ മലനിരകളിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള പ്ലേസിലാണ്.
ഇപ്പം നമ്മളുള്ളത് സലാലയിൽ ഇത്തിൻ എന്ന സ്ഥലത്താണുള്ളത്. അതായത് സലാല മൊത്തം വ്യൂ ചെയ്യാൻ പറ്റിയ ഒരു ഹില്ലാണ് ഇത്തിൻ എന്നുള്ളത്. അവിടെ നിന്ന് ഇറങ്ങി വരുന്ന സ്ഥലം ഇത് ഇത്തിൻ തന്നെയാണ്. അവിടെയാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ മെയിനായിട്ട് അപ്ലോഡ് ചെയ്തോ? ഇവിടെ മെയിനായിട്ട് ഗിൽ ഐറ്റംസ് ആണ്. അതായത് ചിക്കൻ, മട്ടൺ, ബീഫ്, ലഹം, ഒട്ടകം, അതായത് ഇതൊക്കെ ഗിൽ ചെയ്തത്, ഫിഷ് ഗിൽ ചെയ്ത ഐറ്റംസ് ആണുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ. അസ്സലാമു അലൈക്കും.